പെൻസിൽ പോലും സ്വയം ഒന്ന് ഉയർത്താൻ പറ്റാത്ത ആ ഒരു അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നീണ്ട 8 മാസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം സുനിത വില്യംസും വിൽമോറും നേരിടാൻ പോകുന്നത് ഇത്തരത്തിൽ ഒരുപാട് വലിയ വലിയ പ്രതിസന്ധികളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ കാരണം എന്താണ്? അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുക എന്നതാണ്. ഗുരുത്വാകർഷണം ശരീരദ്രവങ്ങളെയെല്ലാം താഴത്തെ ഭാഗങ്ങളിലേക്ക് വലിക്കാൻ തുടങ്ങും. പെൻസിൽ ഉയർത്തുന്നത് പോലും ഒരു വ്യായാമം പോലെയൊക്കെ തോന്നും. ബഹിരാകാശത്ത് ദീർഘകാലം കഴിയുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. പേടകത്തിൽ അണുബാധ, എല്ലുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾ, വികിരണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, മാനസിക സമ്മർദ്ദം തുടങ്ങിയവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടും. ഇവയെല്ലാം നേരിടാനും അതിജീവിക്കാനുമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ നിലയത്തിലുമുണ്ട്. ബഹിരാകാശ പേടകം എത്ര സുരക്ഷിതമാണെന്ന് പറഞ്ഞാലും അവിടെ റേഡിയേഷന്റെ അളവ് ഭൂമിയിൽ ഉള്ളതിനേക്കാൾ 10 മടങ്ങാണ് കൂടുതൽ. ഇതാണ് ഒരു ഏകദേശ കണക്ക്. ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നു എന്നതാണ് ബഹിരാകാശ സഞ്ചാരികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഗുരുത്വാകർഷണം അനുഭവപ്പെടാത്ത അവസ്ഥ പേശികളുടെ പ്രവർത്തനത്തെയും സാരമായി തന്നെ ബാധിക്കും. ശരീരദ്രവത്തിലുള്ള വ്യതിയാനങ്ങൾ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയിലും ഏകോപനത്തിലും പോലും ഉയർത്താൻ കഴിയാത്ത അവസ്ഥയിലാകും. അവിടെ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളിൽ ചിലത് ഭൂമിയിൽ തിരിച്ചെത്തിയാൽ പോലും തുടരുന്നവയാണ്. എന്നാൽ ഇതെല്ലാം സുനിത വില്യംസ് അവരുടെ നേരത്തെയുള്ള 2 യാത്രകളിലൂടെ അതിജീവിച്ചതാണ്. ആ യാത്രകളിൽ അവർ 322 ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞിരുന്നു.